ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറൽ മീഡിയയിൽ കൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പേർക്കും സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും നേരുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാന ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 120 സങ്കീർത്തനമാകുന്നു. 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെ നാം അറിയപ്പെടുന്നത് ആരോഹണ സങ്കീർത്തനങ്ങളെന്നാണ്. ഈ സങ്കീർത്തനങ്ങളുടെ ശീർഷകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആരോഹണ ഗീതം എന്നുള്ളത്. എന്ന് പറയുമ്പോൾ കയറിപ്പോകുന്ന ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ നടന്നു പോകുമ്പോൾ പാടുന്ന ഗീതമെന്നാണ് ഇതിന് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ 15 സങ്കീർത്തനങ്ങൾ കുറിച്ച് പറയുമ്പോൾ ഇത് ഇസ്രായേൽ മക്കൾ വർഷത്തിലൊരിക്കൽ അവർ യെരുശലേം ദേവാലയത്തിലേക്ക് അവരുടെ വാർഷിക ഉത്സവങ്ങൾ ആചരിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ അവർ പാടുന്ന പാട്ടുകളെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. എന്തായാലും ഈ സങ്കീർത്തനങ്ങൾ വളരെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി ദൈവമക്കളുടെ ഉന്നതിക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങൾ പല സങ്കീർത്തനങ്ങൾ ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ഒരു 127 സങ്കീർത്തനം ശലോമൻ രചിച്ചതെന്ന് അറിയപ്പെടുന്നു. പിന്നെ 10 സങ്കീർത്തനങ്ങൾ അതിന് ആര് എഴുതിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും ദൈവാത്മപ്രകാരം ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മീക ഉന്നതിക്ക് വേണ്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 120 സങ്കീർത്തനം ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവുകളിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിന്നോട് എന്തായിരിക്കും ചെയ്യപ്പെടുന്നത്? നിനക്ക് എന്താണ് നൽകപ്പെടുക? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ്റെ ചുട്ടുപഴുത്ത കനലും തന്നെ. ഞാൻ മേശയ്ക്കിൽ പ്രവാസം ചെയ്യുന്നത് പോലെയും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് പോലെയും ആകുന്നു നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നത്. സമാധാനം വെറുക്കുന്നവരോടുകൂടെ ദീർഘകാലം പാർത്ത് എനിക്ക് മതിയായിരിക്കുന്നു. ഞാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു, എന്നാൽ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അവർ പോരു തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ഈ സങ്കീർത്തനത്തെ നമുക്ക് 3 ഭാഗമായിട്ട് വിഭാഗിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. 1, 2 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ 3, 4 വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ ഡിസ്ട്രക്ഷനാണ് കാണുന്നത്, ദുഷ്ടന്മാരുടെ തകർച്ച കാണുവാനായിട്ട് കഴിയും. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സമാധാനം നൽകപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അവരുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം ഉത്തരമരുളി എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. താഴെ നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ആണ് നിലവിളിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വെറുതെ നമ്മുടെ പ്രാർത്ഥനകൾ, നിലവിളികൾ കേൾക്കുക മാത്രമല്ല, കർത്താവായ ദൈവം അത് കേട്ട് ഉത്തരമരുളുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാകുന്നുവല്ലോ 34 സങ്കീർത്തനം. 34 സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് കൂടിയിരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തോട് മാത്രം തന്നെ നമുക്ക് നമ്മുടെ അപേക്ഷകളും സങ്കടങ്ങളും അർപ്പിക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത്, യഹോവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവുകളിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഈ വഞ്ചനയുള്ള നാവിൽ നിന്നും, അല്ലെങ്കിൽ ദുഷ്ടത ചെയ്യുന്ന വ്യാജം പറയുന്ന ആൾക്കാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്
സങ്കീർത്തനക്കാരനിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരമള്ളുന്ന ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം പ്രാർത്ഥന കേൾക്കുകയും ആ സമയത്ത് ഉത്തരമള്ളുകയും ചെയ്യുന്നു. ദുഷ്ടതയുള്ള ഒരു തലമുറയിലാണ് നാം ആയിരിക്കുന്നത്. ദുഷ്ടതയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി വഞ്ചന ചെയ്യുന്ന ചതിയന്മാരുടെ ഇടയിൽ നാം വസിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിശുദ്ധരായി നിലനിർത്തുന്നതിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. വഞ്ചനയുള്ള നാവുകളിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം അതിന് തക്കതായ മറുപടി നൽകുന്നത് കാണുവാനാണ് സാധിക്കും. എന്നാൽ ഈ ദുഷ്ടന്മാർ എങ്ങനെയുള്ളവരായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനാണ് സാധിക്കുന്നത്. വഞ്ചനയുള്ള നാവോട് കൂടിയവരായിരിക്കുന്ന ദുഷ്ടന്മാർ. അവർക്ക് വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ്റെ ചുട്ടുപഴുത്ത കനലും തന്നെയാണ്. അതാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് നാശം സംഭവിക്കും. ഈ ദുഷ്ടന്മാർക്ക് നാശം സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന ഈ ദുഷ്ടന്മാർ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ ചതിക്കുന്ന, നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന, നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മെ നിന്ദിക്കുന്ന, നമ്മളോട് കോപിക്കുന്ന ഈ ആൾക്കാരൊക്കെയും എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ആസാഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വഴുവഴുപ്പിലായിരിക്കുന്നു. ഏത് സമയത്തും അവർ തെന്നിപ്പോകുവാനായിട്ട്, വീഴുവാനായിട്ട് ഇടയുള്ള ഒരു സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉള്ളത് വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ്റെ ചുട്ടുപഴുത്ത കനലുമാണ്. അവർക്ക് നാശമാണ്, അവർക്ക് ഡിസ്ട്രക്ഷനാണ് ഉണ്ടാകുവാനായിട്ട് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നാം അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സമാധാനം നിങ്ങൾക്ക് തരുമെന്നാണ്. 6ഉം 7ഉം വാക്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. സമാധാനം വെറുക്കുന്നവരോടുകൂടെ ദീർഘകാലം പാർത്ത് എനിക്ക് മതിയായിരിക്കുന്നു. ഞാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാൽ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അവർ പോര് തുടങ്ങുന്നു. ഞാൻ മേശയ്ക്കിൽ പ്രവാസം ചെയ്യുന്ന പോലെയും കേദാർകൂട്ടനിൽ പാർക്കുന്ന പോലെയുമാവുന്നു നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നതെന്ന് 5ാമത്തെ വാക്യത്തിൽ കാണുന്നു. അപ്പോൾ സമാധാനം വെറുക്കുന്നവരോടുകൂടെ ദീർഘകാലം പാർത്ത് എനിക്ക് മതിയായിരിക്കുന്നു. കാരണം ദൈവം അതിനൊരു അറുതി വരുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് സമാധാനം നൽകുവാനായിട്ട് പോവുകയാണ്. ദൈവം നമുക്ക് സമാധാനം നൽകുന്നു. ഞാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാൽ ഞാൻ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അവർ പോര് തുടങ്ങുന്നു. ഞാൻ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു. പക്ഷേ ദുഷ്ടന്മാരെന്താണ് ചെയ്യുന്നത്? സമാധാനം ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം സമാധാനം നൽകുവാനായിട്ട് തയ്യാറായിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഡിക്ലറേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നു എന്നാണ് വായിക്കുന്നത്, കാണുവാൻ സാധിക്കും. ഫിലിപ്പിയിൽ നിന്ന് കാണുന്നു എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. ദൈവത്തിൻ്റെ സമാധാനമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ സമാധാനത്താലാണ് നാം ഇന്നും വരെയും ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന ഇതാണ്: ദൈവം നൽകുന്ന സമാധാനം ലോകം തരുന്നത് പോലത്തെ സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം ഒരു പ്രാവശ്യമോ, അല്ലെങ്കിൽ ഒരു മണിക്കൂറോ, അല്ലെങ്കിൽ ഒരു ദിവസമോ, ഒരാഴ്ചയോ, ഒരു മാസമോ കാണുമായിരിക്കും. എന്നാൽ പിന്നെയും നമ്മൾ സമാധാനമില്ലാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത് ഇതാണ്: ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനാണ്. ദുഷ്ടന്മാരെ എപ്പോഴും നിലനിർത്തുകയല്ല. ഒരു ദിവസം ആ ദുഷ്ടന്മാർക്ക് നാശമുണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ നീതിമാന്മാർക്ക് എന്താണ് ലഭിക്കുന്നത്? സമാധാനം ലഭിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയും.
അതിന് പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.